ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചെമ്മീൻ അടയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്മീൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി കുഴച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് തിരിച്ചിട്ടിട്ടും അതേപോലെ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ എണ്ണ കളയണ്ട. അപ്പോൾ നമ്മൾ എണ്ണ അതിന്നിങ്ങനെ പാത്രം ചെരിച്ച് വെച്ചിട്ട് ഫുള്ളും ഒഴുകി വരുന്ന പോലെ ആക്കിയിട്ട് ചെമ്മീൻ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അതേ എണ്ണയിലാണ് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ 2 സവാള ചെറുതായി അരിഞ്ഞിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പിലയും അതേപോലെ 2 പച്ചമുളകും മുറിച്ചിട്ട് അതും ചേർത്ത് വഴറ്റുക. എന്നിട്ട് ഇതൊക്കെ ഒന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇളക്കിയ ശേഷം പൊടികൾ ചേർക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടണം കേട്ടോ. പിന്നെ കുരുമുളക് 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മതിയാവും. ഇൻഗ്രീഡിയൻസും അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടേണ്ട ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത് ഇളക്കിയ ശേഷം കുടംപുളി ചേർക്കണം. ഞാൻ ചെറിയൊരു കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. തുറന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കണം. മല്ലിയില ചേർത്ത ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ആ ചെമ്മീനും കൂടെ അതിലേക്ക് ചേർക്കുക. ഈ ചെമ്മീൻ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് നേരം 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ചെമ്മീനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതെടുത്തൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കുക, ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പച്ചരിപ്പൊടിയല്ല കേട്ടോ, ഇത് പത്തലൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ്. പുഴുങ്ങലരിയും പച്ചരിയും കൂടെ പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, അപ്പോൾ 3 കിലോ പുഴുങ്ങലരി ആണെങ്കിൽ 2 കിലോ പച്ചരി കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് അരമണിക്കൂർ ഒരു ടവലിലിട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ മില്ലിൽ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതാണ് ഈ പൊടി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇളം ചൂടുവെള്ളം, അതായത് നമ്മൾ തൊട്ടാൽ പൊള്ളാത്ത പോലെയുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു പിന്നെ ഫില്ലിങ്ങിന് 2 കപ്പ് അരിപ്പൊടി കറക്റ്റായിരിക്കും. ഞാനിപ്പോൾ 1 കപ്പ് മാവിൽ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്താൽ മതി. ഇനി അതിന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒന്ന് കൈയിൻ്റെ വെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ചെമ്മീൻ്റെ ഫില്ലിങ് അതിലേക്ക് ഇടാം. എന്നിട്ട് അത് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അതായത് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഫ്രൈ ചെയ്ത മീനിൻ്റെയൊക്കെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 20-25 മിനിറ്റ് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് എടുത്ത പൊടിയിൽ ഇത്ര എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇടാം. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ അളവിൽ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച അടയില്ലേ, അത് ഓരോന്ന് ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. കോട്ട് ചെയ്തിട്ട് നമുക്ക് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഒന്നും ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതായത് മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകരുത്, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചിരുന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറേ നേരം വെച്ചാൽ കരിയും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യത്തെ മറിച്ചിടൽ കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നാലാണ് 2 സൈഡിലും ആ കറിവേപ്പിലിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുള്ളൂ കേട്ടോ. അപ്പോൾ 2 സൈഡും അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.